ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ എറണാകുളം റീജിയണൽ കമ്മിറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഈ വെബിനാർ തുടങ്ങുന്നതിന് മുമ്പ് ദയവായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും സ്പീക്കർ ഒഴിച്ച് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മോസ്റ്റ് റെസ്പെക്റ്റഡ് ജനറൽ സെക്രട്ടറി comrade സി ബാലാജി, പ്രിയപ്പെട്ട രാഘവേട്ടൻ, അൻസിൽ, അഖിൽ, പ്രകാശ് വർക്കി, ശ്രീറാം, സുധീഷ് കുമാർ, സുജിത്ത്, ശ്യാമ, ഷിജു, പ്രിയപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിമാരെ, എറണാകുളം റീജിയണിലെ പ്രബുദ്ധരായ സഹകളെ, 11ാമത് ഉപേക്ഷിക്കാരെന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് വിശകലനം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകിയ എല്ലാ ബാങ്ക് ജീവനക്കാരെയും ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ മെയിൻ സിഗ്നേറ്ററിയായ NCBയുടെ പ്രസിഡന്റ് സഖാവ്, നമ്മുടെ ജനറൽ സെക്രട്ടറി കൂടെ സഖാവ് സി ബാലാജി. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ബാങ്കിങ് സമൂഹം ഇന്ന് വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. 2016 നവംബർ 8 നോട്ട് നിരോധനം വന്നപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തന്നെ നിശ്ചലമാകും എന്നൊരു അവസ്ഥ സംജാതമായപ്പോൾ അഹോരാത്രം പണിയെടുത്ത് ഈ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പിടിച്ചു നിർത്തിയത് ബാങ്ക് ജീവനക്കാരാണ്. അന്നത്തെ ഗവൺമെൻറ് അന്ന് പറഞ്ഞിരുന്നു 10ാമത് ഉഭയകക്ഷി കരാർ കഴിഞ്ഞ ഉടൻ തന്നെ 11ാമത് ഉഭയകക്ഷി കരാർ ബാങ്ക് ജീവനക്കാർക്ക് അർഹമായ വേതനവർദ്ധനവ് നടപ്പിലാക്കും എന്ന് ബാങ്ക് ജീവനക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? 2% വർധനവ് എന്ന രീതിയിൽ അവർ നമ്മളെ അവഹേളിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്നെല്ലാം എന്തോരം മുന്നോട്ട് നമ്മൾ പോയി. ഏകദേശം 3 വർഷത്തോളം കാലം നമ്മൾ വളരെയധികം പ്രക്ഷോഭങ്ങൾ നടത്തി നമ്മൾക്ക് അർഹതപ്പെട്ട വേതന വർധനവ്, അതും ഈ ലോകം മുഴുവൻ സ്തംഭിച്ച് നിൽക്കുന്ന ഈ കൊറോണ വ്യാധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചു. ഓരോ ബാങ്ക് ജീവനക്കാർക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. NCB കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കുന്ന ഒരു നിമിഷമായിരുന്നു ഈ 11ാം കരാറിൻ്റെ 11ാം കരാർ ഒപ്പുവയ്ക്കുന്ന നിമിഷം. കേരളത്തിൽ നിന്ന് 2 സഖാക്കളാണ് ഈ 11ാം കരാറിൽ ഭാഗവാക്കായത്. ഒന്ന് SP സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് രാഘവേട്ടൻ, 2 സൗത്ത് ഇന്ത്യൻ ബാങ്ക് NCBയുടെ കേരള ഘടകം പ്രസിഡന്റ് സഖാവ് അൻസിൽ. പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ കൂടുതൽ വെബിനാർ ജനറൽ സെക്രട്ടറി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ വെബിനാർ തീർക്കണം. ഞാൻ കൂടുതലൊന്നും ഇതിലേക്ക് കിടക്കുന്നില്ല. പിന്നെ എനിക്കൊരു പ്രത്യേക അഭിനന്ദനം പറയേണ്ടത് മാസ്റ്റർ അർജുനോടാണ്. മാസ്റ്റർ അർജുൻ കണ്ണൻ എന്ന് വിളിക്കുന്ന സുധീഷിൻ്റെ മോഹനാണ് ഇതുപോലെ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത്, ഗൂഗിൾ മീറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത്. കൂടാതെ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേയധികം വീഡിയോകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് മൈ മണി, ഇറ്റ്സ് യുവർ മണി, കുറേയധികം ഒരു 5 വീഡിയോസോളം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ സുധീഷിനോട് ചോദിച്ചു, സുധീഷ് ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന്. അപ്പോൾ സുധീഷ് പറഞ്ഞു, സാർ അതിൻ്റെ കോപ്പിറൈറ്റൊക്കെ പോയി, വേറെ യൂട്യൂബ് ചാനലുകാരെടുത്തു. അപ്പോൾ നമ്മളുണ്ടാക്കിയ നമ്മളുടെ സിഗ്നേച്ചറുള്ള ഓരോ കാര്യങ്ങൾ പോലും നമ്മളുടെ ലേബലിലേക്ക് വരുന്നില്ല. ഏതായാലും ഇനി നമ്മുടെ സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്, അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നമ്മളുടെ വർക്കുകളും കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനലിൽ വരും. എറണാകുളം റീജിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ആക്റ്റീവാണ് എറണാകുളം റീജിയൻ. ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ റീജിയണൽ മീറ്റ് സംഘടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്, സ്പോർട്സ് മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കൊറോണയുടെ ഈ സമയം കൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്കിങ്ങനെ ഒരു കൂടിച്ചേരൽ നടക്കുന്നില്ല. എന്നാലും വെർച്വൽ പ്ലാറ്റ്ഫോം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം.
ഈ കഴിഞ്ഞ 14-ാം തീയതി ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് നമ്മളൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. അതിൻ്റെ റിസൾട്ട് 30ഓളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നാണ് ശ്യാമ എന്നോട് പറഞ്ഞത്. അതിൻ്റെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അത് നമ്മൾ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു സംശയമാണ്. എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തു. എല്ലാവർക്കും ഓൾ ഇന്ത്യ ഹോർസ് ബാങ്ക് എംപ്ലോയീസിന് എറണാകുളം റീജിയണൽ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. താമസിയാതെ തന്നെ അതിൻ്റെ ഫലം ശ്യാമ നൽകും. പിന്നെ കൂടുതലായിട്ട് എന്താ പറയുന്നത്, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് പ്രധാന പ്രഭാഷണം നടത്തുന്നത് സഖാവ് എസ് സി ബാലജിയാണ്. ഓൾ ഇന്ത്യ ഹോർസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ രാഘവേട്ടൻ SPSUവിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, അൻസിൽ NCB കേരള ഘടകം പ്രസിഡൻറ്റ്, അഖിൽ NCB കേരള ഘടകം ജനറൽ സെക്രട്ടറി, സഖാവ് പ്രകാശ് വർക്കി എന്നിയും എൻ്റെ റീജിയണൽ കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാം, സുധീഷ്, സുജിത്ത്, ശ്യാമ, ഷിജു, പ്രശാന്ത്, പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, പിന്നെ എല്ലാ സഹകളെയും ഒരിക്കൽ കൂടി SBI സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് രാഘവേട്ടൻ, 2 സൗത്ത് ഇന്ത്യൻ ബാങ്ക് NCBയുടെ കേരള ഘടകം പ്രസിഡന്റ് സഖാവ് ഞാൻ കൂടുതൽ വെബിനാർ ജനറൽ സെക്രട്ടറി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ വെബിനാർ തീർക്കണം. റീജിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ആക്റ്റീവാണ് എറണാകുളം റീജിയൻ. ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ റീജിയണൽ മീറ്റ് സംഘടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്, സ്പോർട്സ് മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കൊറോണയുടെ ഈ സമയം കൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്കിങ്ങനെ ഒരു കൂടിച്ചേരൽ നടക്കുന്നില്ല. എന്നാലും വെർച്വൽ പ്ലാറ്റ്ഫോം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം. ഈ കഴിഞ്ഞ 14-ാം തീയതി ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് നമ്മളൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. അതിൻ്റെ റിസൾട്ട് 30ഓളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നാണ് ശ്യാമ എന്നോട് പറഞ്ഞത്. അതിൻ്റെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അത് നമ്മൾ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു സംശയമാണ്. എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തു. എല്ലാവർക്കും ഓൾ ഇന്ത്യ ഹോർസ് ബാങ്ക് എംപ്ലോയീസിന് എറണാകുളം റീജിയണൽ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. താമസിയാതെ തന്നെ അതിൻ്റെ ഫലം ശ്യാമ നൽകും. പിന്നെ കൂടുതലായിട്ട് എന്താ പറയുന്നത്, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് പ്രധാന പ്രഭാഷണം നടത്തുന്നത് സഖാവ് SC ബാലജിയാണ്. ഓൾ ഇന്ത്യ ഹോർസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ രാഘവേട്ടൻ SPSUവിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, അൻസിൽ NCB കേരള ഘടകം പ്രസിഡൻറ്റ്, അഖിൽ NCB കേരള ഘടകം ജനറൽ സെക്രട്ടറി, സഖാവ് പ്രകാശ് വർക്കി റീജിയണൽ കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാം, സുധീഷ്, സുജിത്ത്, ശ്യാമ, ഷിജു, പ്രശാന്ത്, പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, പിന്നെ എല്ലാ സഹകളെയും ഒരിക്കൽ കൂടി ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെബിനാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു 1 മണിക്കൂർ നേരമുള്ളൂ. എല്ലാവരും നന്നായിട്ട് അതിൽ ഭാഗവാക്കുക. എല്ലാവർക്കും അഭിവാദ്യം നേർന്നുള്ളൂ. നിർത്തി. Employees who are working in rural centers. Besides, first time we are getting DA on traveling allowance, and we have got hello. So we are getting especially for ladies in non-financial matters, we have got lot of improvements. To say precisely, maternity leave can be combined with any other leave. And again, 15 days additional leave will be granted for hysterectomy. And another 6 weeks leave will be granted for miscarriage, abortion, up to 6 months, subject to provision of medical certificates. And adoption of a child, ML will be given 9 months. If there is twins, instead of 6 months, they can avail 8 months maternity leave. Specific ailments under hospitalization, besides, you can get 30 days, but within the limit of maternity leave. Again, paternity leave is there for child adoption. Again, there are a lot of improvements in LFC.
The distance has been increased from 2,000 to 2,200 for 2 years and 4,400 for 4 years and 2,600 kilometers and 5,200 for sub-staff. They can travel by own car. The kilometer rate has been increased from 6 to 8. And again, when you travel by special trains like Satabdi, the fare will be reimbursed. And if there is, then nowadays, the trains are charging dynamic fares. So you can avail dynamic fares also in LFC. And earlier, if both the spouses are working in the same bank, they are eligible for only one LFC. Whereas if the husband and wife are working in a different bank, they are eligible for two LFCs. Now that has been changed. If both husband and wife are working in the same bank, they are eligible for 2 LFCs. And then the GST charges paid on tickets also will be reimbursed by the bank. And there are many other benefits, like whenever there is a riot-like situation in the center where they are working, their absence will be treated as on duty. There are many non-financial matters we have done, which besides these financial matters, these things are in PL notice period has been reduced from 15 days to 10 days. And then PL on sick leave, privilege leave taken on sick grounds will be counted as for seniority. And then if a lady staff, if the child is below 8 years and falls sick, the member can avail sick leave. And then extraordinary leave on loss of pay has been increased from 90 days to 120 days. Besides, there are many other benefits. In fact, the disciplinary procedures, we have changed a lot of things. We have given the concept of fine is being removed, and then the concept of prejudicial interest to the bank, acted prejudicial to the interest of the bank, has been treated from major to minor. And then there is, for officers, we have got, after dismissal, there is one appeal and review. Hitherto, we were not getting this. Now, award staff also, after appeal, they can have one more opportunity to appeal against this. So, and then we have got so many benefits. Actually, all allowances have been revised. Special pay, single window operator has been revised to 1,250, cashier revised to 9,940. All these things you can see in the statements. Kindly understand, this settlement has been achieved with great difficulty and because of the unity of all of you comrades. We have done this with great difficulty, and there are people who can criticize, and always there is something, dil mange more, we can ask for more. But kindly understand, one more important thing is, family pension has been upgraded to 30% without ceiling. That is one of the major demands we have been making all these days, and we have got this now. So this is one of the major improvement in the settlement. That is not part of the settlement, that is out of the settlement. So another thing is, they have agreed to discuss on pension updation for retirees. Even though that has not been finalized, IBI is open to discuss with the other issues like pension updation, which is very important for the retirees. We are very positive that some achievements will certainly be made in the time to come. In a very short time, in fact. This is all possible because of all of your cooperation, comrades. You have been with us, we have gone on strike for 10 days, and with all your patience, we have achieved this settlement at this most critical juncture where the country is facing the pandemic of corona and all other industries have been suffering. We are getting this settlement, and I think we are getting a very good settlement now, and all of you must be really satisfied with what we have got. And there is always scope for improvement. There is always scope for improvement. Naturally, we will continue. You would have seen the circular we have issued. All the 4 award staff unions have issued 4 days back, wherein we have demanded the pending issues with the IBA, like 5-day banking, pension updation, and other issues which have been kept pending. And they are still open for discussion. We will try to achieve whatever certainly possible to the maximum benefit. And our only endeavor is to get the best settlement at the most difficult time.
And I think UFBU has justified that. Leave alone. There will be critics always. People always criticize whatever you get. Their only aim is to criticize. And there are certainly possible improvements are there. But kindly understand, at this juncture, the best possible has been done when IBA was adamant that they cannot improve from 2%, and then they improved. Then they have done it to 8%. And ultimately, we said we will not find without 15% increase on the pay slip, which was done with a payload of 2.5%. In fact, actual load will be much more, a little more than 2.5%. We have achieved all the possible things as of now. I wish we will get some more in the pending issues, and I wish you all the best. And thanks for the support rendered to all the UFB comrades. Thank you, comrades. And I hope you have understood. If you have got any doubts on the settlement, any clarity, you can always call us. We are here to help you out. Thank you for patiently listening to me. All the best to all of you, comrades. Thank you very much for elaborating us about the settlement and the course of settlement. അടുത്തതായിട്ട് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ കേരള ഘടകം പ്രസിഡന്റ് ബൈപാട്രിയറ്റിലെ സിഗ്നേറ്ററിയുമായ സഖാവ് അൻസിൽ കെ എന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. Comrades, Comrade S.C. Balaji, President of National Confederation of Bank Employees, Comrade Agil Satyan, State Secretary, National Confederation of Bank Employees, Comrade Ranjit, All India and Overseas Bank Employees Union, AGS, Comrade Raghavan, State Bank Staff Union Joint Secretary, Comrade Prakash Varki, National Executive Member, All India Bank Employees Union, All India Bank Overseas Bank Employees Union. ഇത് വെബിനാറിൽ പങ്കെടുക്കുന്ന മറ്റ് സഖാക്കളെ, 36 മാസത്തെ ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചകൾക്കിടയിൽ നമുക്ക് 5ഓളം സമര പരിപാടികൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? Can you hear me? 36 മാസത്തെ ചർച്ചകൾ, അതിനിടയിലെ 5ഓളം സമരങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു ഫലമാണ് നമ്മുടെ സെറ്റിൽമെന്റ് ഒരു വൻ വിജയത്തിലെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ 2%, നമ്മുടെ കോമ്രേഡ് രഞ്ജിത്തും ബാലാജിയും പറഞ്ഞ പോലെ 2% തുടങ്ങി ഇനി 15% സെറ്റിൽമെന്റ് ഒപ്പുവെക്കുമ്പോൾ 15% മാത്രമല്ല, അതിന് മേലെ വരുന്ന ആനുകൂല്യങ്ങൾ, അതായത് ഈ ഒരു സമയത്ത് നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി ഒരു ഭാഗത്ത്, സാമ്പത്തിക പ്രതിസന്ധി, ബാങ്കുകളിലെ വിഷയങ്ങൾ, കിട്ടാക്കടം പെരുകിക്കൊണ്ടിരിക്കുന്ന സമയം, ലയനങ്ങൾ, ഈ ഒരു സമയത്ത് കിട്ടാവുന്നതിൽ വെച്ച് നമുക്ക് വിജയകരമായി എന്ന് തന്നെ പറയാവുന്ന, ഹിസ്റ്റോറിക് എന്ന് പറയുന്നതിൽ വളരെ അർത്ഥമാണത്. വൻ വിജയം തന്നെയാണ്, നമ്മുടെ ഒരു ഐക്യത്തിന്റെ വിജയമാണ്. ഇനി വെബിനാർ സംഘടിപ്പിക്കുമ്പോൾ സഖാവ് രഞ്ജിത്ത് പറഞ്ഞു, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ സെറ്റിൽമെന്റിന് ശേഷമുള്ള ആദ്യത്തെ വെബിനാർ എറണാകുളം റീജിയൻ കമ്മിറ്റിയുടെ ആയിരുന്നു. ഇതേപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ സഖാവ് രാഘവൻ നടത്തിയ വെബിനാർ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ബൈപാർട്ടി സെറ്റിൽമെന്റിന് ശേഷം നടത്തിയ ആദ്യത്തെ വെബിനാർ നമ്മുടെ NCBയുടെ കേരള ഘടകത്തിൻ്റെതായിരുന്നു. അതിനുശേഷം പല വെബിനാറുകളും നടന്നു. ഇവിടെ നമുക്ക് ഇന്ന് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം, നെഗോഷിയേഷൻ ചർച്ചകളിൽ NCBയെ പ്രതിനിധീകരിച്ച കോമ്രേഡ് ബാലാജി ഇവിടെ ഉണ്ട്. അപ്പോൾ കോമ്രേഡ് ബാലാജി, we congratulate you for your valuable contributions in the negotiation meetings. മീറ്റിംഗിന്റെ അവസാന ഘട്ടങ്ങളിൽ ഞാനും രാഘവേട്ടനും ബാലാജിയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അനുഭവിച്ചൊരു പ്രശ്നമുണ്ട്. നമ്മൾ കാണുമ്പോൾ സെറ്റിൽമെന്റ് സൈൻ ചെയ്തു എന്ന് മാത്രമാണ്. 9-ാം തീയതി രാത്രി 11 മണി വരെയുള്ള ചർച്ചകളായിരുന്നു. ഒരു ലഞ്ച് വരെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ മീറ്റിംഗ് നടന്നത്. ഓരോ അരമണിക്കൂറിലും അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ പുറത്തു വരുമ്പോൾ ബാലാജിയുടെ ഓരോ വാക്കുകൾക്കും വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. ഒരു 9 മണിക്ക് ആയപ്പോൾ ചർച്ച അലസം എന്ന രീതിയിൽ പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ 10:30, 10:45 ആയപ്പോഴായിരിക്കും കോമ്രേഡ് ബാലാജി നമ്മളോട് പറഞ്ഞത്, നെക്സ്റ്റ് ഡേ 12 PM we can sign. അങ്ങനെ
നമ്മളത് വളരെ വിജയത്തോടുകൂടി സെറ്റിൽമെന്റിലേക്ക് കടന്നു. ഈ സെറ്റിൽമെന്റ് പ്രത്യേകതകൾ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ HRA സംബന്ധിച്ച് റൂറൽ ബ്രാഞ്ചസിലായാലും ടൗൺ ബ്രാഞ്ചസിലായാലും എവിടെയും കോമൺ HRA, അതായത് എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ HRA. അതോടൊപ്പം തന്നെ ബാങ്ക് കൊടുക്കുന്ന ട്രാൻസ്ഫർ ആണെങ്കിൽ, അതായത് റിക്വസ്റ്റ് ഇല്ലാതെ ബാങ്ക് കൊടുക്കുന്ന ട്രാൻസ്ഫറുകൾക്ക് 150% ഓഫ് ദ എലിജിബിൾ HRA, നമ്മുടെ കിട്ടുന്ന 10,000 150% ആണ്. അതുപോലെ ഇതുവരെ സെറ്റിൽമെന്റുകളിൽ വരാത്തതാണ് ലോഡ്ജിങ് എക്സ്പെൻസുകൾ. ലോഡ്ജിങ് എക്സ്പെൻസ് അവാർഡ് സ്റ്റാഫിന്റെ ഒരു സെറ്റിൽമെന്റിലും വന്നിട്ടുണ്ടായിരുന്നില്ല. ലോഡ്ജിങ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞു. ഇനി എല്ലാ വർഷവും ലീവ് എൻകാഷ്മെന്റ്, നമ്മൾ ഓഫീസേഴ്സിന്റെ സെറ്റിൽമെന്റ് എടുത്തു നോക്കുമ്പോൾ ലീവ് എൻകാഷ്മെന്റ് ഓഫീസേഴ്സിനും ഉണ്ട്. പക്ഷേ 55 വയസ്സിന് ശേഷമുള്ള ലീവ് എൻകാഷ്മെന്റ് ഒരു വൺ ടൈം മെഷർമെന്റ് എന്ന നിലയ്ക്കും 1/1/2020 55 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമെന്നും അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നേതാക്കൾ ഓരോ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴും അവരുടെ കണക്കുകൾ വളരെ ശരിയായിരുന്നു. പോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലും ഓരോന്നും പറയാം, വളരെയധികം കാര്യങ്ങളുണ്ട്. ഞാനെങ്കിലും വളരെ ചെറുതായിട്ടാണ് പറയുന്നത്. അതുപോലെ 2 വർഷം ഇടവേളയിൽ വരുന്ന സ്റ്റാഗ്നേഷൻ, 9 സ്റ്റാഗ്നേഷൻ എഗ്രിമെന്റുകൾ. ഇനി നമുക്കുണ്ടായ ഡിസിപ്ലിനറി ആക്ഷൻസ്, നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒന്നാണ് ഡിസിപ്ലിനറി ആക്ഷൻസിൽ ഉണ്ടായ മാറ്റങ്ങൾ. പല മേജർ പണിഷ്മെന്റുകളും അല്ലെങ്കിൽ മേജർ ആയിട്ട് എടുത്തിരുന്നതെല്ലാം മൈനർ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. പലപ്പോഴും പല വെബിനാറുകളും നമ്മൾ വിട്ടുപോകുന്നൊരു ഭാഗം അതാണ്. കാരണം ആ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നമ്മുടെ ബാങ്കിൽ ഇല്ലാതാകുന്ന ഒരു സമയമുണ്ട്. ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടാൽ പോലും ബാങ്കിനെതിരെ എന്ന് പറഞ്ഞ് മേജർ പണിഷ്മെന്റിലേക്ക് തള്ളിവിട്ടിരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ഒരു അവകാശം പോലും വിട്ടുകൊടുക്കാതെയാണ് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം. പ്രത്യേകിച്ച് വനിതാ സഖാക്കൾക്ക് ലീവുകളുടെ കാര്യത്തിൽ വളരെ നമുക്ക് പറയാൻ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ബാലാജി സുധീഷ്. സുധീഷ്. ഹലോ സർ, ഇടയ്ക്ക് വീണ പ്രസന്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇൻഫോം ചെയ്തിട്ട്. വീണ പ്രസന്റ് ചെയ്തതാണ്, സഖാവ് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ചർച്ചകൾ അവസാനിച്ച് നമ്മുടെ പല ബാങ്കുകൾ അഡോപ്റ്റ് പേയ്മെന്റ് കൊടുത്തു തുടങ്ങി. ഇനിയും അരിയർ കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഈ 15% എന്നത് നമ്മുടെ പേ സ്ലിപ്പിൽ കമ്പോണന്റിനും മറ്റു കാര്യങ്ങൾ അതിന് പുറത്തുമായിട്ടും പെർഫോമൻസ് ഇൻസെന്റീവ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതൊരിക്കലും അതിൽ മറ്റൊരു ഇതില്ല. പെർഫോമൻസ് ലിങ്കഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ പെർഫോമൻസ് ആണ്, വ്യക്തികളുടെ പെർഫോമൻസ് അല്ല. അത് 15% എന്ന കരാറിന്റെ പുറത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലും എല്ലാം കൊണ്ടും ഒരു നേട്ടമാണ്. ഇനി ഇതിൽ മാത്രമല്ല, 4 എംപ്ലോയീസ് യൂണിയനും ചേർന്നുകൊണ്ട് 15-ാം തീയതി ഒരു കത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ 5 ഡേ ബാങ്കിങ് മറ്റു കാര്യങ്ങളെല്ലാം. വളരെ സന്തോഷകരമായ ഒരു സെറ്റിൽമെന്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഇനി നമ്മൾ പലപ്പോഴും ഞാനിപ്പോ കഴിഞ്ഞ ദിവസമാണ് ബാങ്കിൽ ജോയിൻ ചെയ്തത്, നമ്മുടെ മുംബൈയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം. അപ്പൊ എല്ലാവരും സന്തോഷമാണെങ്കിലും ഞാൻ ലിഫ്റ്റ് കയറുന്നപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചു, വളരെ മോശമായി പോയി സെറ്റിൽമെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? 155 രൂപ മാത്രമേ മെഡിക്കൽ എയ്ഡ് കൂടിയിട്ടുള്ളൂ, അതുകൊണ്ട് സെറ്റിൽമെന്റ് മോശമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മെഡിക്കൽ എയ്ഡിൽ അല്ല സെറ്റിൽമെന്റ്. മെഡിക്കൽ എയ്ഡ് അടക്കമുള്ള 15% നമുക്ക് എവിടെ വേണമെങ്കിലും കൂട്ടാം. വേണമെങ്കിൽ മെഡിക്കൽ എയ്ഡിൽ ഒരു 1000-ഓ 5000-ഓ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന HRA, ടിഎക്ക് കിട്ടുന്ന DA ഇതിൽ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ലീഡേഴ്സ് അത് വളരെ കൃത്യമാണ്. കാരണം ഒരു മെഡിക്കൽ എയ്ഡ് ഫിക്സഡ് ആയിരിക്കും, പക്ഷെ HRAയും മറ്റു കാര്യങ്ങളിലും ഫിക്സഡ് അല്ല. ഓരോ തവണ ബേസിക് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം HRAയും ടിഎയും എല്ലാം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മള് എന്നും അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡാണ് കാണുന്നത്. പക്ഷെ പെട്ടെന്നൊരു നോട്ടത്തില് നമുക്ക് മെഡിക്കൽ എയ്ഡ് എന്തിനാ? നമ്മുടെ അസുഖങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങൾക്ക്. ബാക്കി മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശക്തമായ, വളരെ വിജയകരമായ ഈ സെറ്റിൽമെന്റിന് NCBക്ക്
NCBയുടെ നയിച്ച കോമ്രേഡ് ബാലാജി, കോമ്രേഡ് ബന്ദിരിഷ് എന്നിവരെ പ്രത്യേകമായി ആശംസിക്കുന്നു. ഈ വെബിനാർ സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ എല്ലാ സഹാക്കൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. നന്ദി. നന്ദി കോമ്രേഡ് അൻസിൽ. അടുത്തതായിട്ട് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ കേരള ഘടകം ജനറൽ സെക്രട്ടറിയും യുവ നേതാവുമായ സഖാവ് അഖിൽ സത്യനെ ഈ വെബിനാറിലെ സ്പെഷ്യൽ അഡ്രസ്സിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ 11ാം ഉഭയകക്ഷി കരാറിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ സഖാവ് ബാലാജി പറഞ്ഞു. അതിനുശേഷം സംസാരിച്ച സഖാവ് അൻസിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കരാറിലേക്ക് എത്തുന്നതിന്റെ ഒരു നാൾ വഴികൾ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. 11ാം ഉഭയകക്ഷി കരാറിന്റെ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് നമ്മൾ വളരെ നേരത്തെ തന്നെ നൽകിയതാണ്. ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിനെ തുടർന്ന് ചർച്ചകൾ തുടങ്ങി. ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 2% ഇൻക്രീസ് രാജ്യത്തെ ബാങ്ക് ജീവനക്കാർക്ക് നൽകാം എന്ന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ നമ്മളെ അറിയിച്ചത്. അതിനെ തുടർന്ന് ഈ 2% വേതന വർധനവ് എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന നിലപാടുമായിട്ട് നമ്മൾ വളരെ ശക്തിയുക്തം മുന്നോട്ട് പോയി. പിന്നെ രാജ്യത്തെ ബാങ്ക് ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്ക് സംഘടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് പല ചർച്ചകളിലായിട്ട് 2% എന്നുള്ളത് ഉയർന്ന് 6ലേക്കും 8ലേക്കും 10ലേക്കും 12ഉം 12.5യും ഒടുവിൽ 15ലേക്കും എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ സെറ്റിൽമെന്റ് ഒപ്പിട്ടിട്ടുള്ളത്. സെറ്റിൽമെന്റ് ഒപ്പിട്ടത് നവംബർ മാസം 11ാം തീയതിയാണ്. 15% വേതന വർധനവും മറ്റ് ബെനിഫിറ്റുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കരാർ ഒപ്പിട്ടിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ സവിശേഷമായ ഒരു സാഹചര്യം. ലോകമെമ്പാടും ഈ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പല വ്യവസായ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും വേജ് കട്ടും റിട്രഞ്ച്മെന്റും ഒക്കെ നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ 11ാം ഉഭയകക്ഷി കരാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അത് എന്താണോ കൊറോണ നമ്മുടെ രാജ്യത്തെ പിടിമുറുക്കുന്നതിന് മുമ്പ് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ശതമാനത്തിലേക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസിന്റെയും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെയും ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. നമുക്ക് 15% വേതന വർധനവ് എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുവാൻ സാധിക്കുന്നതല്ല. നമ്മുടെ സവിശേഷ സാഹചര്യത്തിൽ എല്ലായിടത്തും തൊഴിൽ സമയം കൂട്ടുകയും തൊഴിലാളികൾക്ക് മേലുള്ള കടന്നുകയറ്റങ്ങൾ അതിരൂക്ഷമാവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ രാജ്യത്തെ ബാങ്കിങ് മേഖലയിലെ തൊഴിലാളികൾ സമരായുധം ഉപയോഗിച്ചുകൊണ്ട് ചെറുത്തു നിന്നുകൊണ്ട് നമ്മൾ ഈ വളരെ മികച്ച ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത് വേജ് സ്ലിപ്പ് കമ്പോണൻസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സർവീസ് കണ്ടീഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും വ്യക്തമായ മേൽക്കൈ നമുക്ക് ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് ഈ സെറ്റിൽമെന്റിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ നേരത്തെ സംസാരിച്ച സഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇതിന്റെ ഈ സെറ്റിൽമെന്റിന്റെ ഏറ്റവും മികച്ച ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള മേജർ മിസ്കണ്ടക്റ്റിൽ നിന്ന് ഡൂയിങ് എനി ആക്ട് പ്രിജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബാങ്ക് എന്നുള്ളതിനെ മൈനർ മിസ്കണ്ടക്ട് ആക്കി മാറ്റി എന്നുള്ളതാണ്. അത് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനാണെങ്കിലും ഒരു വ്യക്തിക്ക് ബാങ്കിനകത്ത് നടത്തുന്ന പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഉൾപ്പെടെയുള്ള പലവിധ സംവിധാനങ്ങളുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ബാങ്കിനകത്ത് നടക്കുന്ന ഒരു കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ അതിനകത്ത് അഴിമതിയുണ്ട്, അല്ലെങ്കിൽ സ്വജനപക്ഷപാതമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ പോലും ബാങ്കിന് വേണമെങ്കിൽ ബാങ്കിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മേജർ മിസ്കണ്ടക്ട് ചാർജ് ചെയ്യാനും നമ്മളെ ഡിസ്മിസ് വിത്തൗട്ട് സൂപ്പർ അന്വേഷൺ ബെനിഫിറ്റുകൾ ഡിസ്മിസ് ചെയ്യുവാനും ഉണ്ടായിരുന്ന ഒരു അധികാരമാണ് നമ്മൾ ഈ സെറ്റിൽമെന്റോട് കൂടി മാറ്റിയത് മൈനർ മിസ്കണ്ടക്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് വനിതാ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലാണ് ഈ സെറ്റിൽമെന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. അത് 8 വയസ്സ് വരെയുള്ള 8 വയസ്സും 8 വയസ്സിൽ താഴെയുമുള്ള കുട്ടികളുള്ള വനിതാ ജീവനക്കാർക്ക് കുട്ടികൾക്ക് സുഖമില്ലെങ്കിൽ സിക്ക് ലീവ് എടുക്കാമെന്നുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നതും മെറ്റേണിറ്റി ലീവിനെ ഏത് ലീവുമായി കമ്പൈൻ ചെയ്യാമെന്ന് പറഞ്ഞതും ട്വിൻ ചിൽഡ്രൻ ആണെങ്കിൽ 12 മാസം മെറ്റേണിറ്റി കാലയളവിനുള്ളിൽ തന്നെ അറ്റേ സ്ട്രെച്ചിൽ 8 മാസം മെറ്റേണിറ്റി ലീവ് അവൈൽ ചെയ്യാമെന്നുള്ള കണ്ടീഷൻ കൊണ്ടുവന്നതും
ലീഗൽ അഡോപ്ഷൻ ആണെങ്കിൽ 9 മാസം വരെ മെറ്റേണിറ്റി ലീവ് എടുക്കാമെന്നുള്ള കണ്ടീഷൻ കൊണ്ടുവന്നതും, അതിനോടൊപ്പം മെറ്റേണിറ്റി ലീവ് തീർന്ന ഒരാൾക്കാണെങ്കിൽ ഹിസ്ട്രക്ടോമി ചെയ്യണമെങ്കിൽ 15 ദിവസത്തെ അഡീഷണൽ ലീവ് കൊണ്ടുവന്നതും, അതിനോടൊപ്പം സ്ത്രീകളുടെ വിവിധ മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾക്ക് മെറ്റേണിറ്റി ലീവിന്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ലീവ് എടുക്കാം എന്നുള്ള സംവിധാനം കൊണ്ടുവന്നതും, ചൈൽഡ് അഡോപ്ഷന് പെറ്റേണിറ്റി ലീവ് കൊണ്ടുവന്നതും അടക്കം വനിതാ ജീവനക്കാർക്കും വളരെ അധികം ഗുണകരമാവുന്നതും, ചൈൽഡ് അഡോപ്ഷനെ സംബന്ധിച്ച് പുരുഷ ജീവനക്കാർക്കും ഗുണകരമാവുന്ന തരത്തിലുമുള്ള സെറ്റിൽമെന്റിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം കഴിഞ്ഞ കാലയളവിൽ 2018-ലും 2019-ലും ഒക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുകയാണെങ്കിൽ 20-ലേക്ക് വന്നപ്പോൾ പ്രൊഹിബിറ്ററി ഓർഡർ, കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഹിബിറ്ററി ഓർഡറുകൾ നമ്മൾ ഫേസ് ചെയ്തതാണ്. അത്തരത്തിലുള്ള കർഫ്യൂ, റയോട്ട്, പ്രൊഹിബിറ്ററി ഓർഡർ, നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ് എന്നിവ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ലീവ് ഓൺ ഡ്യൂട്ടിയെ കണക്കാക്കിക്കൊണ്ട് സ്പെഷ്യൽ ലീവ് നൽകുന്ന പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. LFCയുമായി ബന്ധപ്പെട്ട് കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് രണ്ടുപേരും ഒരേ ബാങ്കിൽ തന്നെയാണ് എങ്കിൽ രണ്ടുപേർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് LFC അവൈൽ ചെയ്യാമെന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്. ഫാമിലിയുടെ ഡെഫിനിഷനിൽ ഇൻലോസിനെയും സ്വന്തം മാതാപിതാക്കളെയും ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പെൻഡന്റ് ആഡ് ചെയ്യാം. ഒരു മദറിനെയും ഫാദറിൻ ലോയെയും അല്ലെങ്കിൽ മദറിൻ ലോയെയും ഫാദറിനെ വെച്ചുകൊണ്ട് ഡിപ്പെൻഡന്റ് ആഡ് ചെയ്യാമെന്നുള്ള ക്രൈറ്റീരിയ കൊണ്ടുവന്നത്, 12,000-ലേക്ക് ഉയർത്തിയത്. ഇതൊക്കെ വനിതാ ജീവനക്കാരെ അടക്കം സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള മാറ്റമാണ്. NPS ഓപ്റ്റീസിനെ സംബന്ധിച്ചിടത്തോളം 14%-ലേക്ക് NPSന്റെ പെർസെന്റേജ് ബാങ്കുകൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉയർത്താൻ സാധിച്ചു എന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഫണ്ട് മാനേജേഴ്സ് ഈടാക്കുന്ന സർവീസ് ചാർജുകൾ ബാങ്കുകൾ പേ ചെയ്യുമെന്ന സംവിധാനം കൊണ്ടുവന്നതും നമ്മുടെ ഈ സെറ്റിൽമെന്റിന്റെ ഒരു സവിശേഷതയാണ്. അതിനൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം, നമ്മുടെ ഒപ്പമുള്ള ജീവനക്കാരിൽ, അവാർഡ് ജീവനക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് അല്ലെങ്കിൽ വേതന ഘടനയിൽ പിന്നോക്കം നിൽക്കുന്ന സബോർഡിനേറ്റ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം JAB CAB ക്വാളിഫിക്കേഷൻ അവർ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ക്ലറിക്കൽ ജീവനക്കാർക്ക് ആനുപാതികമായി ലഭിക്കുന്ന ഇൻക്രിമെന്റ്, JABക്ക് 1 ഇൻക്രിമെന്റും CABക്ക് 2 ഇൻക്രിമെന്റും സബോർഡിനേറ്റ് ജീവനക്കാർക്ക് ലഭ്യമാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. സബോർഡിനേറ്റ് സ്റ്റാഫിനും ക്ലറിക്കൽ സ്റ്റാഫിനും ലോഡ്ജിങ് എക്സ്പെൻസുകൾ ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചത്, PL എൻഗേജ്മെന്റ് വർഷാവർഷം 5 അല്ലെങ്കിൽ 7 എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്, PLന്റെ നോട്ടീസ് പീരീഡ് കുറച്ചത് അടക്കം വിവിധ മാറ്റങ്ങൾ നമ്മുടെ ഈ സെറ്റിൽമെന്റിൽ പേജ് സ്ലിപ്പ് കമ്പോണൻസിന് ഉപരിയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സ്തുത്യർഹമാണ്. അതിനോടൊപ്പം ഏറ്റവും ഒടുവിലായി അതിൽ ചേർത്തിട്ടുള്ളത് പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് ആണ്. പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്, എല്ലാ ബാങ്കുകൾക്കും നമ്മുടെ ശമ്പള ഘടന കുറച്ചുകൊണ്ട് പെർഫോമൻസ് ലിങ്ക്ഡ് ആക്കി മാറ്റണം, അത് പോസിറ്റീവ് കമ്പനിയിലേക്ക് പോകണമെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് പലതരത്തിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിലേക്കും ബ്രാഞ്ച് പെർഫോമൻസിലേക്കും അടക്കം വിവിധ പാരാമീറ്ററുകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഒരു അഡീഷണൽ ഒരു സാധനം തരണമെന്നും വേജ് സ്ലിപ്പ് കമ്പോണന്റ് കുറയ്ക്കണം എന്നും പറഞ്ഞു കൊണ്ടുവന്നുള്ള സംവിധാനത്തെ വേജ് സ്ലിപ്പ് കമ്പോണന്റിന്റെ പുറത്തു നിർത്താനും സെറ്റിൽമെന്റിന്റെ 15% അധികമായി നേടുവാനും സാധിച്ചു എന്നുള്ളതും വളരെ ആശാവഹമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. മറ്റ് വിവിധ മാറ്റങ്ങൾ നമ്മുടെ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നമ്മുടെ ട്രാൻസ്പോർട്ട് അലവൻസിന്റെ DA എന്ന് പറയുന്നത്, നമുക്ക് വളരെ 600 രൂപയുടെ DA എന്ന് പറയുന്നത് ഇന്ന് ഒരു കുറഞ്ഞ സംഖ്യയാണെങ്കിൽ പോലും അടുത്ത സെറ്റിൽമെന്റിന്റെ കാലയളവിലേക്ക് എത്തുമ്പോൾ അടുത്ത ട്രാൻസ്പോർട്ട് അലവൻസും കൂടി കൂട്ടുന്ന ഒരു സമയത്തേക്ക് അതൊരു ഹ്യൂജ് ഇൻക്രീസ് ആയിട്ട് അവാർഡ് സ്റ്റാഫിന് മാറുമെന്നുള്ള വസ്തുത, എല്ലാവർക്കും ഒരേപോലുള്ള ട്രാൻസ്പോർട്ട് അലവൻസും ഒരേ HRAയും ഒരേ സ്പെഷ്യൽ അലവൻസും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു രാജ്യത്തെ മുഴുവൻ ബാങ്ക് ജീവനക്കാർക്കും ഏകീകൃതമായ ഒരു ശമ്പള ഘടനയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടം ഉള്ളൊരു സംഗതി കൂടിയാണ്. അതിനോടൊപ്പം നമ്മുടെ വിവിധ സംഘടനകൾ പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പിക്കാൻ ഇടയായിട്ടുള്ള സെറ്റിൽമെന്റ്, ഒരു സംഘടന സെറ്റിൽമെന്റിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷം, ഇങ്ങനെയുള്ള പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ 11ാം ഉപേക്ഷ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതില് NCBയുടെ കേന്ദ്ര നേതൃത്വം, NCBയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് SK ബന്ദലീഷും പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് ബാലാജി, അദ്ദേഹം ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. ഓൺ ബിഹാഫ് ഓഫ് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി, കോമ്രേഡ് SC ബാലാജി, we salute and thank you for fulfilling the expectations of the members of NCB while achieving the 11th bipartite settlement. And we hope that the additional pending issues, we have given a detailed letter to the Indian Banks Association, and in the coming days we could achieve and clinch those benefits favorable to the working class of this country.
At last, once again, I thank Comrade Balaji, the main signatory and president of National Confederation of Bank Employees and General Secretary of All India Overseas Bank Employees Union for participating in the webinar. And on behalf of NCB Kerala State Committee, I once again thank and salute Comrade Balaji for his valuable contribution in achieving the 11th bipartite settlement. സഖാവ് അഖിൽ, അടുത്തതായിട്ട് നമ്മളോടൊപ്പം ഇവിടെയുള്ള സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയും ബൈപാർട്ടേറ്റിന്റെ സിഗ്നേറ്ററിയുമായ സഖാവ് രാഘവേട്ടന് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ആരാധ്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി കോമ്രേഡ് ബാലാജി, NCB കേരള ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോമ്രേഡ് അഖിൽ, ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ AGS ആയിട്ടുള്ള കോമ്രേഡ് രഞ്ജിത്ത് ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നതിൽ വളരെ പ്രത്യേക താല്പര്യത്തോടു കൂടി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട രഞ്ജിത്ത്, മറ്റെന്റെ എല്ലാ പ്രിയ സഖാക്കളെയും ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും നമുക്ക് 100-80 അടുത്തുള്ള സഖാക്കളാണ് ഇന്നിപ്പോ ഈ ഒരു വെബിനാറിൽ ഉള്ളത്. വളരെ സത്യസന്ധമായ രീതിയിൽ ആണ് നമ്മൾ NCB എന്ന രീതിയിൽ 11ാം ഉഭയകക്ഷി കരാറിനെ സമീപിക്കാനും അതിൽ നിന്ന് എന്താണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ച് ദീർഘകാലത്തെ കാത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ്, തുടർച്ചയായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് 2017 നവംബർ 1 മുതൽ ആരംഭിക്കേണ്ട കരാർ 2017 ജൂൺ 5-ാം തീയതി തന്നെ വളരെ വിശദമായിട്ടുള്ള ചാർട്ടർ ഓഫ് ഡിമാൻഡ് സമർപ്പിച്ചിട്ടുള്ള കരാർ. ആ കാലത്തൊക്കെ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ബാങ്ക് ജീവനക്കാർക്ക് അവരുടെ ശമ്പള കരാർ 1/11/2017 തന്നെ പുതുക്കി കൊടുക്കണം എന്ന് ഒരു ഭാഗത്ത് നിന്ന് പറയുകയും എന്നാൽ 3 വർഷം കഴിയുന്നത് വരെ അത് കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നാം കാണാതിരുന്നുകൂടാ. അത് ബാങ്ക് മാനേജ്മെന്റ് ആയാലും തുടക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2%. ആ 2% അവർ പറയുന്നത് നേരത്തെ കോമ്രേഡ് ബാലാജി സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒന്നും തരാനില്ല എന്ന് പറയാനാവാത്തത് കൊണ്ട് ഞങ്ങൾ 2% ഓഫർ ചെയ്യുന്നു എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത ഒരു കാര്യം, അന്ന് ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന, പിന്നീട് അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ പൂർണ്ണമായും ഇത് നിരാകരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നപ്പോ പിന്നീട് നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ കേന്ദ്ര ലേബർ കമ്മീഷന്റെ ആൾ ചോദിക്കുകയുണ്ടായി ബാങ്ക് മാനേജ്മെന്റിനോട്, എത്രയൊരു നിരുത്തരവാദപരമായ സമീപനമാണ് നിങ്ങൾ കൈക്കൊണ്ടുള്ളത്, കാരണം അവഹേളനപരമാണ് എന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ലേബർ കമ്മീഷണർക്ക് വരെ തോന്നുന്ന രീതിയിലാണ്. എന്തായിരുന്നു സത്യം യഥാർത്ഥത്തിൽ? അതാണ് നാം ബാങ്ക് ജീവനക്കാർ ഈ രാജ്യത്തെ സാധാരണ തൊഴിലാളികളോട്, നമ്മളെ അടക്കമുള്ള സഖാക്കളോട് പറയേണ്ടത്. കാരണം ഈ രാജ്യത്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ബാങ്ക് ജീവനക്കാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒറ്റൊരു കണക്ക് മാത്രമേ പറയുന്നുള്ളൂ. 2014 ഏപ്രിൽ മുതൽ 2019 മാർച്ച് 31 വരെയുള്ള 5 വർഷക്കാലത്ത്, ആ കാലത്ത് ഇന്ത്യ രാജ്യത്തിലെ പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തന ലാഭം, പ്രവർത്തിച്ചതിന്റെ ഭാഗമായി, സേവനങ്ങൾ നൽകിയതിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ലാഭം നാം പലപ്പോഴും ഓർമ്മിപ്പിച്ചതാണ്. 7,39,114 കോടിയാണ്. 7,39,114 കോടി 5 കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞാൽ ശരാശരി 1.5 ലക്ഷം കോടി രൂപ ഓരോ വർഷവും ലാഭമുണ്ടാക്കിയ ബാങ്ക് ജീവനക്കാരുടെ, തൊഴിലാളികളുടെ മുഖത്ത് നോക്കിയാണ് മാനേജ്മെന്റ് പറയുന്നത് നിങ്ങൾക്കൊന്നും ഓഫർ ചെയ്യാനില്ല എന്ന്. എന്തേ ഓഫർ ചെയ്യാൻ
ഇല്ലാതെ പോയത്? കാരണം മറ്റൊന്നുമല്ല, നാം പറയുന്നത് പോലെ വലിയ കുത്തക കമ്പനിക്കാരന്റെ കോർപ്പറേറ്റുകളുടെ കള്ള മുതലാളിമാർക്ക് വേണ്ടി ആ 5 വർഷ കാലയളവിൽ ബാങ്ക് ജീവനക്കാർ ഉണ്ടാക്കിയ ലാഭത്തേക്കാൾ ഉയർന്ന ഒരു സംഖ്യ, എത്രയാണത്? 8,92,972 കോടി രൂപ. ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപ നാം ഉണ്ടാക്കിയ ലാഭത്തിനേക്കാൾ 1.5 ലക്ഷം കോടി രൂപ അധികം പ്രൊവിഷൻ എന്ന രീതിയിൽ മാറ്റിവെച്ചതാണ് എന്ന സത്യം നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതും പറയേണ്ടതുമാണ്. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് നാം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇപ്പൊ അഖിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി, വേരിയബിൾ പേ ആണ് നിങ്ങൾക്ക് കണക്ക് പറഞ്ഞു, വേരിയബിൾ പേ മാത്രമേ തരാൻ പറ്റൂ എന്ന് പറഞ്ഞു. NCBയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ അന്ന് യോഗം ഡൽഹിയിൽ നടക്കുന്ന ഘട്ടത്തിൽ ഞാനും അൻസിലുമാണ് ആ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞത്, വി ഷുഡ് ഗോ ഫോർ സ്ട്രൈക്ക് വാട്ട് എവർ ബി ദ റിസൾട്ട്. കാരണം അത്തരമൊരു അവസ്ഥയിലേക്ക് സോ ദ NCB ഡിസൈഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. UFPU തീരുമാനിക്കുന്നതിന് മുമ്പ് NCBയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് ആണ് തീരുമാനിച്ചത്, വി റിജക്ട്. പത്രത്തിൽ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, NCB റിജക്ട്സ് വാരിയബിൾ പേ പ്രപ്പോസൽ ഇൻ ദ ബാങ്കിങ് സെക്ടർ. ഏറ്റവും ഒടുവിൽ ചർച്ച കഴിഞ്ഞു വരുമ്പോൾ നമുക്കറിയാലോ, പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ബിസിനസ് ലൈനിൽ വന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതില് നമ്മുടെ IBAയുടെ വക്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം അത് പലരും തന്നെ അത് ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യങ്ങളായി NCBയോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? നിങ്ങൾ പറഞ്ഞതല്ലാലോ, പെർഫോമൻസ് ലിങ്ക്ഡ് പേ എന്നാണല്ലോ IBAയുടെ ആളുകൾ പറയുന്നത്. IBA പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ NCB എന്ന് പറയുന്ന സംഘടന പറയുന്നതാണോ ശരി? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് കയ്യിലൊരു ഡോക്യുമെന്റ് ഉണ്ട്. വി ഹാവ് ദ 11th Bipartite Agreement with us. അതിൽ ന്യൂ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഷെഡ്യൂൾ 5 ഉണ്ട്. ആ ഷെഡ്യൂൾ 5-ൽ പറയുന്ന കാര്യം നമ്മൾ അറിയേണ്ടുന്നത് കൊണ്ടാണ് ഞാൻ അത് വായിക്കുന്നത്. വളരെ കൃത്യമായി നമ്മുടെ നേതാക്കന്മാർ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ കരട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ സഖാക്കൾ എത്രമാത്രം കരുതലോടുകൂടി ഇരുന്നു എന്നാണ്. IBA എന്തൊക്കെ പറഞ്ഞോട്ടെ, IBAയുടെ വക്താവ് സുനിൽ മേത്ത എന്തു പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ദ മാറ്റർ, ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റ് വിച്ച് മാറ്റർ. എന്താണ് പറയുന്നത്? രണ്ടാമത്തെ പോയിന്റ്, സ്പെഷ്യൽ ഷെഡ്യൂൾ 5-ൽ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്താണ് പറയുന്നത്? ദ വേജ് സെറ്റിൽഡ് ഡ്യൂറിംഗ് വേജ് റിവിഷൻ അറ്റ് ഇൻഡസ്ട്രി ലെവൽ ആർ പെയ്ഡ് ബൈ ഓൾ ബാങ്ക്സ് യൂണിഫോംലി irrespective of the size of the banks and their financial strength. ബാങ്കുകളുടെ സാമ്പത്തിക കഴിവ്, ശക്തി ഒന്നും നോക്കാതെ, നേരത്തെ എന്തായിരുന്നു ആവശ്യം? ഓരോ ബാങ്കും ഓരോ ശമ്പളം കൊടുക്കണമെന്നാണ്. നേരത്തെ പറഞ്ഞ എന്താണ്? എല്ലാവർക്കും ഒരേ ശമ്പളമാണ് കൊടുക്കുന്നത്. വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, in today's challenging environment where there is stiff competition among banks, a genuine need is felt to allow banks to pay their employees something extra by way of encouragement as per the profitability and financial soundness of the respective banks. അതത് ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് അവരുടെ ജീവനക്കാർക്ക് ചില അധിക വേതനം, അധിക സംഖ്യ കൊടുക്കണം എന്ന ആഗ്രഹം പലപ്പോഴും വരുന്നുണ്ട്. ഇൻ ഓർഡർ ടു ഇൻകൾക്കേറ്റ് എ സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. അതാണ് നമ്മുടെ ബിസിനസ് ലൈനിലൊക്കെ വന്ന വാർത്ത. ഇൻ ഓർഡർ ടു ഇൻകൾക്കേറ്റ് എ സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് ഓൾസോ ടു റിവാർഡ് the performance, the concept of productivity linked pay was discussed, and after discussion between the parties it is agreed to introduce performance linked incentive scheme. പെർഫോമൻസ് ലിങ്ക്ഡ് പേ എന്ന ആശയം ചർച്ച തുടങ്ങിയിട്ട് അവസാനം ഒപ്പിടാൻ പോകുമ്പോൾ എത്താൻ പറ്റിയത് എന്താണ്?
it is agreed to introduce performance-linked incentive scheme in public sector bank, which will be based on the operating profit of the individual banks. Optional for private and foreign banks. ഒന്നുകൂടി പറയുന്നുണ്ട് അത്. The PLI shall be payable to all employees annually over and above the normal salary payable. ഞാൻ ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ എത്രമാത്രം ശ്രദ്ധയോടു കൂടിയാണ് പാലാജി അടക്കമുള്ള സഖാക്കൾ ദേശീയ തലത്തിൽ ഈ കരട് രൂപീകരണത്തിന്റെ സമയത്ത് ഇടപെട്ടത് എന്ന് മാത്രമാണ്. LFCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെച്ചം ആളുകൾ സൂചിപ്പിക്കാത്തത് നേരത്തെ 2000-ൽ നിന്ന് 2200-ലേക്കും 4400-ലേക്കും 2500-ൽ നിന്ന് 2600-ലേക്കും 5200-ലേക്കും പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അനുഭവിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ലോക്കൽ ട്രിപ്പിന് നമ്മളൊരു സ്ഥലത്തെത്തിയാൽ, ട്രെയിൻ ഒരു സ്ഥലത്തെത്തിയാൽ, ചെന്നൈയിൽ നിന്ന് നമുക്ക് മറ്റ് പ്രാദേശിക സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് ലോക്കൽ സൈറ്റ് സീയിങ്ങിന് പലപ്പോഴും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ്. തീർന്നില്ല. പലപ്പോഴും നമുക്ക് ട്രെയിൻ എത്താത്ത കേന്ദ്രങ്ങൾ, ഉദാഹരണത്തിന് കേരളവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരി, അവർക്ക് എവിടെ നിന്നാണ് ട്രെയിൻ പിടിക്കാൻ പറ്റുക? കൊച്ചിയിലെത്തണം. അപ്പൊ എന്താണ് കൊച്ചി വരെയുള്ള യാത്രയെ സംബന്ധിച്ചാണ് ദോ ദാറ്റ് എക്സ്പെൻസസ് ഈസ് അഗെയിൻ ഗിവൺ ആസ് അഡീഷണൽ. സമാനമാണ് അന്തമാനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അന്തമാനിൽ നിന്ന് ചെന്നൈയിലേക്കോ അന്തമാനിൽ നിന്ന് കൽക്കട്ടയിലേക്കോ പോയിട്ടേ അവർക്ക് ട്രെയിൻ പിടിക്കാൻ പറ്റൂ. ദർ ഓൾസോ ഇറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് അഡീഷണലി. നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ നമുക്കറിയാം ഗൗഹട്ടിയാണ് പ്രധാനപ്പെട്ട കേന്ദ്രം. നോർത്ത് ഈസ്റ്റേണിന്റെ വളരെ അകലെ നിന്ന് വരുന്ന ആളുകൾക്ക് അപ് ടു ഗൗഹട്ടി ഇറ്റ് ഈസ് എൻ അഡീഷണൽ പ്രൊവിഷൻ. ആ അർത്ഥത്തിൽ സൂക്ഷ്മമായി ഒട്ടനവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തീർന്നിട്ടില്ല. എനിക്ക് ഇവിടെ ഇപ്പോ എന്റെ സംഭാഷണം കേൾക്കുന്ന ഒരു 80ഓളം ആളുകളുണ്ട്. സഖാക്കളോട് പറയാനുള്ളത്, ഈ കരാർ ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ഭാഗമായിട്ടായാലും NCBയുടെ ഭാഗമായിട്ടായാലും സഖാക്കൾ ഈ കരാർ നന്നായി മനസ്സിരുത്തി വായിക്കണം. അടുത്ത NCBയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് ചേരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വീഴ്ചകൾ, എന്തെങ്കിലും പോരായ്മകൾ, എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് വരേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് തീർച്ചയായിട്ടും NCBയുടെ കേരള ഘടകം ഒരു സംശയവും കൊണ്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു ദേശീയ തലത്തിലുള്ള യോഗങ്ങളിൽ ഈ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും തുടർച്ചയായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്ന അഭിമാനകരമായ സത്യം നിങ്ങളോട് ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ എറണാകുളം റീജിയനിലെ കരുത്തരായ എല്ലാ സഖാക്കൾക്കും ഒരിക്കൽ കൂടി നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസിന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി, അതോടൊപ്പം എൻ്റെ നമ്മുടെ ഘടക സംഘടനയായ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിളിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. നാം വീണ്ടും മുന്നേറുക തന്നെ ചെയ്യും. നന്ദി. വളരെയധികം നന്ദി രാഘവേട്ട. ഇനിയും നമ്മള് ഈ സെഷൻ 1 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു വെച്ചിരുന്നത് ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ എറണാകുളം റീജിയൻ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായ സഖാവ് പ്രകാശ് വർക്കിയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ടെക്നിക്കൽ കാരണം കൊണ്ട് മീറ്റിംഗിൽ കയറാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ലൈവായിട്ട് യൂട്യൂബിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ അദ്ദേഹം കാണുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ AOBU എറണാകുളം റീജിയന്റെ വനിതാ RCM-ഉം സഖാവുമായ സഖാവ് ശ്യാമയെ ഈ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയൻ ആദ്യമായി നമ്മളുടെ ഒരു സംരംഭമായിരുന്നു ഒരു വെബിനാർ. നമ്മളുടെ 11th ബൈപാർട്ടൈറ്റ് സെറ്റിൽമെന്റ് വിശകലനം ഇവിടെ നടത്തി. ഇന്ന് വൈകുന്നേരം
നമ്മളോട് വിശകലനം ചെയ്ത, ആദ്യമായി നമ്മളോട് സംസാരിച്ച പ്രസിഡന്റ് NCB ശ്രീ SC ബാലാജി സാറിന് ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി NCB സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ അൻസിൽ സാറിന് ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി NCB സെക്രട്ടറി കേരള ശ്രീ അഖിൽ സാറിന് ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാഘവൻ സാറിനു ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ശ്രീ രഞ്ജിത്ത് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി മാസ്റ്റർ അർജുൻ സുധീഷ് കുമാർ സാറിന്റെ മകനായ അർജുന് ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ എല്ലാ സഖാക്കൾക്കും, റീജിയണൽ കമ്മിറ്റിയുടെ എല്ലാ സഖാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത് ഈ വെബിനാറിൽ ഇത്രയും നേരം സഹകരിച്ച എല്ലാ നമ്മുടെ സ്റ്റാഫിനോടും ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എറണാകുളം റീജിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട സഖാക്കളെ, ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഇന്ന് സംഘടിപ്പിച്ച വെബിനാർ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു എന്നതിൽ റീജിയണൽ കമ്മിറ്റിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് അഖിലേന്ത്യാ നേതാക്കന്മാരായ നമ്മുടെ ഓൾ ഇന്ത്യ ഓവർസീസ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബാലാജി സർ, അതുപോലെ NCB സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് അഖിൽ, പ്രസിഡന്റ് സഖാവ് അൻസിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള ഘടകം ജനറൽ സെക്രട്ടറി സഖാവ് രാഘവേട്ടൻ, ഈ വെബിനാർ സംഘടിപ്പിക്കാൻ നമ്മുടെ റീജിയണൽ കമ്മിറ്റിയുടെ സപ്പോർട്ടിനായി പ്രയത്നിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി സഖാവ് രഞ്ജിത്ത്, സഖാവ് സുധീഷ് എന്നിവർക്കും മറ്റ് റീജിയണൽ കമ്മിറ്റി മെമ്പർമാർക്കും ഇത് ശ്രവിച്ച നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളം റീജിയനിലെ പ്രിയപ്പെട്ട സഖാക്കൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.